വൈദ്യുതിയില്ല. മൂന്നാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചുമക്കണം. ലാബുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന് റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാത്തതാണ് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് തടസ്സമാകുന്നത്. റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ മൂന്നാറിൽ റിസോർട്ടുകളും ഹോട്ടലും അടക്കം 100-ലേറെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വൈദ്യുതി കണക്ഷനുമുണ്ട്. എന്നാൽ സർക്കാർ വകുപ്പ് സ്കൂളിന്റെ കാര്യമെത്തിയപ്പോൾ റവന്യൂ വകുപ്പിന്റെ NOC ഒരു തടസ്സമായി മാറി. 2020-ലാണ് ഹയർ സെക്കൻഡറിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിനു മുമ്പ് റവന്യൂ വകുപ്പിന്റെ NOC വാങ്ങണമായിരുന്നു. അത് ചെയ്തില്ല. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഹൈസ്കൂൾ ക്ലാസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് വൈദ്യുതി എടുത്തിരുന്നത്. കൊല്ലത്ത് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ ഇവിടെയും സുരക്ഷാ ഓഡിറ്റ് നടത്തി. ഇതോടെ അനധികൃത കണക്ഷൻ വിച്ഛേദിച്ചു. ഇതാണ് കുട്ടികളെയും അധ്യാപകരെയും പ്രതിസന്ധിയിലാക്കിയത്. വെള്ളമില്ല, കറണ്ടും ഇല്ല. ഗേൾസ് ആണെങ്കിൽ ഇവിടുന്ന് ബാക്കിൽ പോകണം റെസ്റ്റ് റൂമിലേക്ക്, ബോയ്സിനാണെങ്കിൽ ഇവിടെ പോകണം. അത് വെള്ളം എടുത്തോണ്ട് പോകണം. பயங்கர கஷ்டப்படாம். கிட்டத்தட்ட 3 வாரமாகவே நாங்கள் கரண்ட் இல்லாமல் தான் ஓடிக்கிட்டு இருக்கோம். அதனால எங்களால் பம்பு போட முடியல. அதனால தண்ணி இல்லாமல் நாங்கள் இப்போ பக்கத்தில் இருந்து ஒரு இடத்துல இருந்து தண்ணி நாங்கள் எடுத்து தான் இப்போ வரைக்குமே யூஸ் பண்ணிட்டு இருக்கோம். இந்த സിറ്റുവേഷൻ 3 വാരமாக നടந்துக்கிட்டே தான் இருக்கு. തോട്ടം മേഖലയിലെ 120 വിദ്യാർത്ഥികളാണ് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. കെട്ടിടത്തിന് NOC ലഭിക്കുന്നതിനുള്ള രേഖകൾ സ്കൂൾ അധികൃതർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. നിലവിൽ സ്കൂളിലെ വിവിധ ലാബുകളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ப்ரொஜெக்டர் வச்சு எங்களால் ஒரு யூஸும் இல்லை. இப்போ வரைக்கும் சும்மா தான் இந்த ப்ரொஜெக்டர் இருக்குது. நாங்கள் 3-4 வாரமாகவே நாங்கள் கரண்ட் இல்லாமல் தான் சுற்றிக்கிட்டு இருக்கோம். பாத்ரூம் சரி கிடையாது. இந்த ரோடு ஸ்கூலுக்கு வர ரோடை பார்த்துக்கோங்க, ஸ்கூலுக்கு கேட்டுக்கு வெளியே பார்த்துக்கோங்க. பகல் நேரம் டிராஃபிக் ஃபுல்லாக ஏதாச்சும் டூரிஸ்ட் வண்டி இருந்தால் எல்லாம் போட்டுருக்காங்க. ஒரு அதிகாரிகளும் ஸ்കൂൾ പക്കം കൂടി തിരിഞ്ഞ് பார்க்க முடியாங்க. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുവാനാണ് വിദ്യാർത്ഥികളുടെയും PTA യുടെയും തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.